റോഡിലെ വരകൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് വരകൾക്കൊക്കെ. അപ്പോൾ ആ വരകൾ അറിയാത്ത ഒരാളായിരിക്കാം വണ്ടി ഓടിച്ചത്. എനിക്കൊരു അനുഭവം ഉണ്ട്, ഞാൻ ആദ്യം പറയാം. കോഴിക്കോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു വളവിൽ ചെക്കിങ്ങിന് നിൽക്കുക. അപ്പോൾ വളവിലിങ്ങനെ സെൻറ്ററിലൊരു മഞ്ഞ വര കണ്ടിന്യൂസ് ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വണ്ടി വരുന്നു, ആ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് വേറൊരു വണ്ടി കയറി വരികയാണ്. മഞ്ഞ വര കട്ട് ചെയ്ത് കയറി വരികയാണ്. അപ്പോൾ ഞാൻ വണ്ടി തടഞ്ഞു. പണ്ടത്തെ കാലമാണ്, അന്നിങ്ങനെ കാർബൺ പേപ്പറൊക്കെ വെച്ചിട്ട് ചെക്ക് റിപ്പോർട്ട് എഴുതുന്ന കാലമാണ്. ഇപ്പോൾ മൊബൈലിലൊന്നും എഴുതുന്ന കാലമല്ല. അപ്പോൾ ഒരു കേസ് എടുക്കാൻ തന്നെ ഒരു ഹെൽമെറ്റ് തന്നെ 10 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇവർ വന്ന് വണ്ടി തടഞ്ഞു നിർത്തി. ഒരു ലേഡിയാണ് ഓടിച്ചത്. അപ്പോൾ അവരുടെ ലൈസൻസും ഡോക്യുമെൻറ്റ്സൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ ലൈസൻസ് ഒരു പഴയ ബുക്ക് ഫോമാണ് അതെടുത്ത് കാണിച്ചത്, വാലിഡാണ്, കുഴപ്പമില്ല. RC-യുടെ ഒരു കോപ്പി കാണിച്ചു. പക്ഷേ ഇൻഷുറൻസും ഇല്ല, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വണ്ടിയിലില്ല. അപ്പോൾ ഞാൻ കേസായിട്ട് പ്രിപ്പയർ ചെയ്യാണ്. ഡയറക്റ്റഡ് ദ ഡ്രൈവർ ടു പ്രൊഡ്യൂസ് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ആൻഡ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് വിതിൻ 7 days ബിഫോർ ദ അണ്ടർസൈൻഡ് എന്നൊക്കെ എഴുതി കൊടുക്കുകയാണ്. ഞാൻ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ്, ഒരു കൗതുകത്തിന് ഈ മാഡത്തിൻ്റെ അടുത്ത് ഒന്ന് പരിചയപ്പെട്ടു. മാഡം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറാണ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ മാഡത്തിൻ്റെ അടുത്ത് ചോദിച്ചു, മാഡം ആ വളവിൽ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു യെല്ലോ ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെന്തിനെ സൂചിപ്പിക്കുമെന്ന് അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ ഈ മാഡം എൻ്റെ അടുത്ത് ചോദിച്ചു, സാർ അത് റോഡ് കാണാനൊരു ഭംഗിക്കല്ലേ എന്നാണ് ചോദിച്ചത്. കണ്ടോ? അപ്പോൾ നെവർ ക്രോസ് നെവർ കട്ട് യെല്ലോ ലൈൻ എന്നുള്ള ചെറിയ നിയമം പോലും പഠിച്ചിട്ടുള്ള വണ്ടി ഓടിക്കുന്നുണ്ട്.